ഇതാണ് സ്വപ്നക്കൂടിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഹാള്. ആഹാരം കഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത് എല്ലാം നല്ല വൃത്തിയാണ്. ഇവിടെ നമുക്ക് ചില അമ്മമാരെയൊക്കെ കാണാം. എല്ലാവരും ഉണ്ടോ? ഈ അമ്മയാണ് ബക്കറ്റ് വീണ്. അമ്മ ബക്കറ്റ് കൊണ്ട് വീണു. ഇതിപ്പോ എല്ലാവർക്കും പനി ഉണ്ടായിരുന്നു. പനിയുണ്ട്. അമ്മ നാട്ടെ നമ്മളെ വരവേൽക്കാണ്. എന്താ അമ്മയുടെ പേര്? ലീല. ആണോ? എവിടെ സ്ഥലം? സ്ഥലം ഇവിടെ വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ്. പിന്നെ ലീലാമ്മയ്ക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു? എനിക്കിവിടെ ആരുമില്ല സാറേ. ഇപ്പം മോള് ഒരു കൊച്ചു മോള് മാത്രമുണ്ട്. അല്ല, വീട്ടിൽ നേരത്തെ ആരൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? നേരത്തെ കെട്ടിയവനൊക്കെ ഉണ്ടായിരുന്നു. കെട്ടിയവൻ മരിച്ചുപോയി. മക്കളൊക്കെ എത്ര പേരാ? രണ്ടുപേരും. ഒരാൾ മരിച്ചുപോയി. ആരുമില്ല സാറേ. ഈ ചേച്ചിയൊക്കെ വന്ന് ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്നതിനകത്ത് സന്തോഷമില്ലേ? ഇപ്പൊ എല്ലാരും ഉള്ളതുപോലെ തോന്നുന്നില്ലേ? എല്ലാരും ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ അമ്മ വരുമ്പോ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും. സുഖമാണോ? കൈ താത്ത് വെച്ചോ. സുഖമാണോ? ഇത് മൈക്രോഫോൺ. അമ്മ പറഞ്ഞോ. പൈസ മൈക്രോഫോണാ. പാത്തോമ്മയ്ക്ക് ആരൊക്കെയുണ്ട്? മക്കളൊക്കെ എന്ത് ചെയ്യും? മക്കളൊക്കെ എവിടാ? മക്കളൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നത് എന്നോട് കൊണ്ടാക്കിയതേനു. പിന്നെ ഓന്റെ പേരെന്നാ? കൊണ്ടാക്കിയ ആളുടെ പേര്? തിരുവനന്തപുരത്ത്. ഓന്റെ പേര് പിന്നെ നിശാന്ത്. നിശാന്താണ് കൊണ്ടാക്കിയത് അല്ലേ? ഒരു മോനേ ഉള്ളൂ. പട്ടാളത്തില. ഇപ്പൊ അയ്യക്കും കണ്ണും ഒന്നും കാണാതെ ഇവിടെ കണ്ട് വാടകയ്ക്ക് താമസിക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷം മേഡത്തിൻ്റെ അവിടെ വന്നു. പിന്നെ സന്തോഷമല്ലേ? സന്തോഷം. ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ചിലപ്പം വയ്യാതെ വന്നു കഴിഞ്ഞാൽ അമ്മമാരെ കുളിപ്പിക്കാനൊക്കെ എണ്ണിച്ചു വരും. കൊള്ളാം. ആള് നമ്മുടെ മേഡം നമ്മളെ അല്ലയോ അത് ചെയ്യൂ. തീർച്ചയായിട്ടും. എന്തായാലും സന്തോഷമുണ്ട് മുഖത്ത് കേട്ടോ. സന്തോഷം. ഭയങ്കര നീരായിരുന്നു വന്നപ്പോഴൊക്കെ ശരീരത്തിന്. പിന്നെ സ്ട്രോക്ക് വന്ന് ഇവിടെ വന്നതിന് ശേഷം കൈക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. കുറവായി. അപ്പൊ ശാസ്താംകോട്ടക്കാരോടൊക്കെ ഞാൻ പറയാം അമ്മയെ കണ്ടുവന്നു കേട്ടോ. അത് കൊടുക്കണം. മേഡത്തിന് നല്ല സുഖമൊന്നുമില്ലാത്ത ഇനി വരും. വല്ലപ്പോൾ കൂടെ കിടക്കാൻ ആരും ഇല്ലെങ്കിൽ ഒരു വീട് വേണം സുഖം. കഥ ആഗ്രഹം. എന്നെ എൻ്റെ മോൻ വരുന്നില്ല കാണാൻ തന്നെ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി. അവന് 2 മക്കളുണ്ട്. ഒരാണും ഒരു പെണ്ണും. മോൻ വരാത്തല്ലാത്തൊരു വിഷമമുണ്ട്. മോന്റെ പേരെന്താ? സന്തോഷ്. സന്തോഷിനോട് നമുക്ക് പറയാം, സന്തോഷെ ഈ അമ്മയെ കാണാൻ ഒരു ദിവസം വരണം. വലിയ ഗബരോ അയാൾക്ക് മാറും. അയാള് ഇപ്പം ഒരു പിതാവല്ലേ. അവരുടെ മക്കളൊക്കെ എന്നെ കാണാൻ വേറെ ഒരു സന്തോഷം വരുന്നുണ്ട്. സന്തോഷം പറഞ്ഞു കേട്ടോ, എന്നെ കാണാൻ വേറെ സന്തോഷം വരുന്നുണ്ടെന്ന്. അതും മിലിറ്ററിയാണ്. അപ്പം സന്തോഷ് സാർ പട്ടാളക്കാരനാണ്. ഇന്ന് ഇവിടെ വന്നിട്ട് പോയി. എനിക്ക് പനിയുണ്ട്, വയ്യ. അത് സ്വന്തം മോനല്ല. ഇതോ സ്വന്തം മോനല്ല, അവൻ്റെ കൂട്ടുകാരനാ. അതിൻ്റെ പേര് സന്തോഷം എന്നാണ്. അത് ഒരുപാട് പേരുണ്ട് സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് അതൊരു ഹൃദയഭേദകമായ ഒരു കാര്യമാണ്. ഈ അമ്മയുടെ ഇപ്പം ഒരു വേദന നിറഞ്ഞ കാര്യമാണ്. പട്ടാളക്കാരനാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച ഒരു പട്ടാളക്കാരന് ഭാരതമാതാവിനെ മാതാവായിട്ട് കാണുന്ന ഒരാൾക്ക് സ്വന്തം പെറ്റമ്മയെ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സന്തോഷം ഒരു ദിവസമെങ്കിലും വന്ന് അമ്മയെ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിരിഞ്ഞ ഒരു ചിത്രപ്പൊന്നെന്തോ തമ്മ കുറേ വയൽ എഴുതി കൊടുത്തു. വെള്ളം കയറും. ഇവിടെ കിടപ്പുള്ളൂ. അവിടെ ഉണ്ടോ ഇല്ലയെന്ന് ഇന്നും എനിക്കറിയില്ല. അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ മോൻ സന്തോഷം ഇവിടെ എത്തിച്ചാൽ പോരെ. അമ്മ വിഷമിക്കണ്ട, സന്തോഷം വരും. അയാൾ മനസ്സിൽ നന്മയുള്ളൊരു സൈനികനാണെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് കണ്ടിരിക്കും പോരെ. സന്തോഷം.
വരും. സന്തോഷമായിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഒരു മോളുള്ളത് ഭർത്താവിൻ്റെ കൂടെ. എനിക്ക് വെയ്യാഞ്ഞോണ്ട് പിന്നെ വീണ് വിറയിലും ചിലപ്പം വരും. രമണീയം നല്ല സ്വഭാവം, നല്ല രീതിയിലാണ്. മക്കളൊക്കെ കാണാൻ വരാറുണ്ടോ? മക്കള് അങ്ങോട്ട് പോയി കാണും. അമ്മ കൊണ്ട് കാണിച്ച ഒരു പ്രാവശ്യം. ഒരു മോളേ ഉള്ളൂ, സുഖമില്ലാത്തതാ, നട്ടെല്ലിന് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് കൂടെ കൊണ്ടുപോയി കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഏത് സ്ഥാപനത്തിൽ കാണും അല്ലേ? അല്ലേ, നമ്മളൊരു കുടുംബാംഗത്തെ പോലല്ലേ രമണി ചേച്ചി നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് മോളെ കാണുന്നുള്ളപ്പം നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോയി കാണിക്കും അല്ലേ? അപ്പം നമ്മളിവിടെ കുറേ അമ്മമാരെ പരിചയപ്പെട്ടു. എല്ലാ അമ്മമാർക്കും മക്കളെ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയൊന്നും കുറ്റം പറയാനോ നമുക്ക് പറ്റില്ല. സന്തോഷം, എല്ലാ അമ്മമാർക്കും നമ്മുടെ കാര്യത്തിൽ സന്തോഷമായിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ ആകപ്പെട്ടതാണ് അല്ലേ? മക്കളും ഈ പറഞ്ഞ പോലെ മോളുണ്ട്, മോൾക്ക് വയ്യാതായതുകൊണ്ടാണ് മോള് അമ്മയെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവള് കിടപ്പിലാണെന്ന് പറയുന്നത് അല്ലേ? നട്ടലിന് തകരാറിലായിട്ട് കിടപ്പിലാണ്. അപ്പോൾ ആ അമ്മയ്ക്കൊരു സഹായത്തിന് വേണ്ടി വയ്യ തീരെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള അമ്മമാരുടെ വിഷയങ്ങൾ. അപ്പം മക്കളാരും ദ്രോഹികളൊന്നും അല്ല, അമ്മമാരെ വേണ്ടാന്ന് കേട്ടതല്ല. അതെ അതെ. അപ്പം അതിനകത്ത് വിഷമിക്കണ്ട, അതിനകത്ത് വിഷമിക്കണ്ട. എന്തോ ഈ അമ്മയെ എനിക്ക് സുഖമാകുമ്പോൾ മോടടുത്ത് കൊണ്ടാക്കുമെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് അവർക്കൊക്കെ ആഗ്രഹം. ഞാൻ മോളെ കാണാനും കൊണ്ടുപോകുന്നില്ലേ അല്ലേ? വല്ലപ്പോഴൊക്കെ മോളെ കാണാൻ അങ്ങോട്ട് ഈ അമ്മ കൊണ്ടുപോകും. അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേദന ഉണ്ടാക്കുന്ന കുറേ ജീവിതങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവർക്കൊക്കെ മക്കളും എല്ലാവരെയൊക്കെ കാണുമെന്ന് ആഗ്രഹമുണ്ട്. അമ്മയുടെ കാര്യമാണെങ്കിൽ മക്കളെല്ലാവരും മരിച്ചുപോയി. ചില അമ്മമാരുടെ കാര്യത്തിൽ കാസർഗോഡ് മുതൽ പേരാമ്പ്ര, കണ്ണൂർ മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാർ ഇവിടെ ഒരു എന്താ പറയുന്നത്, രമണിയമ്മ എന്ന് പറയുന്നത് അമ്മയാണോ മകളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇവരൊക്കെ സ്നേഹിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിനകത്ത് അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മകളുടെ പ്രായമുള്ളതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അതാണ്. അപ്പം ഭയങ്കര രമണിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ ചിരിയല്ലേ ഇല്ലേ? രമണിയമ്മയെക്കുറിച്ചൊന്ന് പറഞ്ഞേ ഉണ്ടോ? രമണിയമ്മയെക്കുറിച്ച് ചോദിച്ചാൽ അന്നേരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാരൊക്കെ ചിരിക്കും. അപ്പം അതാണ്, ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാരടക്കമുള്ളവർക്ക് രമണിയമ്മ എന്ന് കേൾക്കുമ്പോൾ സന്തോഷവും ചിരിയുമാണ്. രമണിയമ്മ എന്ന് പറയുമ്പം ആ ചിരിയുടെ അർത്ഥം നമുക്ക് മനസ്സിലാവും. എൻ്റെ മോളെ പ്രായമേ ഉള്ളൂ, എന്നാലും അമ്മയെന്ന് ഞാൻ വിളിക്കുന്നത്. എന്നിട്ട് ആ മോള് അതാണ്. എല്ലാവർക്കും സന്തോഷമാണ്. മനസ്സിനകത്തൊരു നന്മയുള്ളതുകൊണ്ടാണ് എല്ലാവരെയും ഇതേപോലെ പരിചരിക്കാൻ കഴിയുന്നത്. അമ്മമാരൊക്കെ ഇരുന്ന് കണ്ണൊക്കെ തുളയ്ക്കുന്നുണ്ട് സ്നേഹം കൊണ്ട്. അപ്പോൾ എനിവേ എന്തായാലും നമുക്ക് സ്വപ്നക്കൂടിന് ഒരു കൂടാരം വേണം അല്ലേ? രമണിയമ്മ വേണം. രമണിയമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്തോ. അതെ, തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടോ. സ്വപ്നക്കൂടിന് ഒരു കൂടാരം വേണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം വാടകയ്ക്കാണ്. രമണിയമ്മയ്ക്ക് ആ വാടക കെട്ടിടത്തിൽ നിന്ന് മാറിയാൽ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതെ അതെ, അതുകൊണ്ട് ഈ അമ്മയ്ക്കൊക്കെ അത് അറിയാം. രമണിയമ്മയുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അതെ, അപ്പോൾ എന്തായാലും സ്വപ്നക്കൂടിന് നമുക്കൊരു കൂടാരം വേണം. അത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ താഴെ ഇപ്പം അതിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ്. അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾക്ക് വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ നല്ല മികച്ച രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടീമാണ് രമണിയമ്മയുടെ കൂടെ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താ? വീരകുമാർ. ആ സാറ് ഒരു വീരനാണ് എന്നാ പറഞ്ഞത്. വീരകുമാർ ചേട്ടൻ. അതുപോലെ തന്നെ വേറെ ബാക്കിയുള്ള ആൾക്കാരുടെ പേരൊക്കെ എന്ന് പറഞ്ഞു ചേച്ചി. ആരൊക്കെ? വീരകുമാർ സാർ, മാനേജർ സനു ഇപ്പം ഇല്ല, സോന, ജബ്ബാറ്. അതെ, അങ്ങനെ എല്ലാവരും ചേർന്ന് നല്ല രാജി ഇപ്പം അവരുടെ അമ്മായിയപ്പം മരിച്ചിട്ട് പോയിരിക്കുകയാണ് നാട്ടിലോട്ട്. രാജി, പിന്നെ ധനീഷ് രാജിയുടെ ഹസ്ബൻഡ്. നമുക്ക് ഇത്രയും പേരും ചേർന്ന് മനോഹരമായിട്ട് ഇവിടെ ഒന്നും ഒരു സ്മെല്ലോ, അപ്പോൾ അറിയാം ഇപ്പോൾ പ്രായമുള്ളവരൊക്കെയാണ്, അവർക്കൊക്കെ ചില സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് വന്ന ഒരു സ്മെല്ലിൻ്റെ വിഷയങ്ങളില്ല, ഈച്ചയില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ വൃത്തിയായിട്ട് ചേച്ചി അത് ഗംഭീരമായിട്ട് നോക്കുന്നുണ്ട്. ഓരോരുത്തരും വളരെ മനോഹരമായിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ ആണോ? കണ്ടോ, ഇവിടെ എല്ലാം ഇത്രയും പ്രായത്തിലും ആരോഗ്യപരമായിട്ട്
വഴക്ക് പറഞ്ഞാൽ പോലും ചൂലും കൊണ്ട് വരുമെന്നാണ് പറയുന്നത്, ഇട്ടുപടിക്കാൻ വരുന്നതാണ്. അപ്പം അത്തരം ഒരു വലിയ സന്തോഷം നേടിയിരിക്കുന്ന ഇവർക്ക് സ്വന്തമായിട്ടൊരു ആശ്രയം വേണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു സ്വപ്ന കൂടാരം നമുക്ക് ഒരുക്കി കൊടുക്കണം. You are watching India's first NGO television, Malanad TV India.